ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ആതിര നെല്ലിശ്ശേരിയിലുള്ള എല്ലാവരോടും ദേഷ്യപ്പെടുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാനും കൂടി തീരുമാനമെടുക്കുമെന്നും ഈ കുഞ്ഞിൻ്റെ നൂലുകെട്ട് അത് എൻ്റെ വീടായ വൃന്ദാവനത്തിൽ വെച്ച് തന്നെ നടത്തണമെന്നും എൻ്റെ ചേച്ചി പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന ആതിരയുടെ വാക്കുകൾ കേട്ട് അവിടെ നിന്ന് മീര പറഞ്ഞു, ആതിരെ, നീ എന്തറിഞ്ഞിട്ടാ ഈ ബഹളം വെക്കുന്നത്? നീ പറഞ്ഞതുപോലെ വൃന്ദാവനത്തിലുള്ള മുതിർന്നവരെല്ലാവരും ചേർന്നെടുത്ത തീരുമാനം തന്നെയാണ്. അതായത് വൃന്ദാവനത്തിലെ അച്ഛനും അമ്മയും അനുപേട്ടനും ചേർന്നെടുത്ത തീരുമാനമാണ് ഇവിടെ വെച്ച് കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടത്താമെന്നുള്ളത് എന്ന് ആതിരയോട് മീരടുത്തി അറിയിച്ചു. അത് കേട്ടുകൊണ്ട് നിന്ന ആതിര ചോദിച്ചു, എന്നിട്ട് ഞാനിപ്പോൾ ഇറങ്ങി വരുമ്പോൾ അച്ഛൻ പറയുന്നത് കേട്ടല്ലോ, ചേച്ചി നിർബന്ധം പിടിച്ചുകൊണ്ടും വാശി പിടിച്ചുകൊണ്ടും മാത്രമാണ് ഈ ചടങ്ങ് ഇപ്പോൾ നടത്തുന്നത് എന്ന്. അതാ ഞാൻ പറഞ്ഞത്, ചേച്ചിയുടെ തീരുമാനത്തിൽ ഇവിടെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നടത്തണ്ട എന്ന്. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ ഞാനുണ്ടല്ലോ, ഞാനും എൻ്റെ ഭർത്താവും ചേർന്ന് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുമല്ലോ എന്ന് ആതിര ദേഷ്യപ്പെടുന്നത് കേട്ട് ഉടനെ ആതിരയുടെ സംസാരം കേട്ട് ആകെ വിഷമത്തോടെ സേതുമാധവനിരുന്നു. ഈ സമയത്ത് അവിടുന്ന് അനഘ പറഞ്ഞു, ആതിരെ, ഇതിനോടകം എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞു. പിന്നെ ഇവിടെ വെച്ച് നൂലുകെട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയാണ് ശശിയേട്ടൻ ഇപ്പോൾ പോയത് തന്നെ. ഇനിയിപ്പോൾ അത് മാറ്റുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആതിര ചോദിച്ചു, ആർക്ക് ബുദ്ധിമുട്ടാന്ന്, എൻ്റെ ചേച്ചിക്കോ എന്ന് ചോദിച്ചതും അർച്ചന ആതിരെ എന്ന് വിളിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുത്തപ്പോൾ എന്നോടെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിക്കാമായിരുന്നല്ലോ, ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ കുഞ്ഞിനെ നൂലുകെട്ട് നടത്തണം, അതെനിക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അർച്ചന വേഗം എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആതിരെ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല. കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ കൂടി നീ അറിയണം. കുഞ്ഞിന് വയ്യാതിരുന്നത് കൊണ്ടല്ലേ ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താമെന്ന് തീരുമാനിച്ചത് എന്ന് അർച്ചന പറയുന്നത് കേട്ട് ആതിര പറഞ്ഞു, അതെ, ഞാൻ ഇവിടേക്ക് കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നത് കുഞ്ഞിന് അന്ന് ശ്വാസതടസ്സം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ മാറി. അതുകൊണ്ട് തന്നെ തിരികെ വൃന്ദാവനത്തിൽ ചെന്ന് അവിടെ വെച്ച് ഈ ചടങ്ങ് നടത്താൻ തന്നെയാണ് എൻ്റെ ആഗ്രഹമെന്ന് ആതിര വീണ്ടും ആവശ്യപ്പെട്ടു. അത് കേട്ടതും അർച്ചന പറഞ്ഞു, ആതിരെ, ഇപ്പോൾ കുഞ്ഞിൻ്റെ ഈ അവസ്ഥയിൽ മാറ്റമുണ്ടെന്ന് പറഞ്ഞാലും ഏത് നിമിഷവും കുഞ്ഞിന് ശ്വാസതടസ്സം ഉണ്ടാകും. അത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യണം. അതാണ് ഡോക്ടറുടെ നിർദ്ദേശം. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇത്രയും ദൂരം യാത്ര കുഞ്ഞിന് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ അച്ഛൻ്റെ കാര്യവും. ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലല്ല അച്ഛനും. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താമെന്ന് തീരുമാനിച്ചതെന്ന് അർച്ചന ആതിരയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. നീ ഇതെല്ലാം എന്താ ശ്രദ്ധിക്കാത്തതും, നിന്നോട് പറഞ്ഞിട്ട് നീ എന്താ മനസ്സിലാക്കാത്തത് എന്ന് അർച്ചന ആതിരയോട് ചോദിച്ചു. ഇത് കേട്ടതും ആതിര വേഗം അർച്ചന അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ, അങ്ങനെ ഒരു തീരുമാനം ഇവിടെ വെച്ച് നൂലുകെട്ട് നടത്തുന്നതിൻ്റെ കാര്യം നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി. ഇത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞ് ആതിര ബഹളം വെച്ചു. അപ്പോഴേക്കും മുകളിൽ നിന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച അവന്തിക അവിടെ നിന്ന് ആതിരെ എന്ന് വിളിച്ചു. പെട്ടെന്ന് ആതിര മുകളിലേക്ക് നോക്കുമ്പോൾ സന്ദീപ് വേഗം ആതിര അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ആതിരെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പലപ്പോഴായി നിന്നോട് പറഞ്ഞു നീ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്, പക്ഷെ നീ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആതിര പറഞ്ഞു, സന്ദീപേ, അതിന് ഞാനെന്താ ദേഷ്യത്തോടെ പറഞ്ഞത്? ചേച്ചിക്ക് ഇപ്പോൾ സമാധാനമായല്ലോ അല്ലേ? ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഒരു കുറ്റവാളിയെ പോലെ, ഒരു കുറ്റക്കാരിയെ പോലെ ആക്കിയപ്പോൾ ചേച്ചിക്ക് സന്തോഷമായല്ലോ അല്ലേ എന്ന് ആതിര അർച്ചനയോട് ചോദിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ എന്നോടൊരു അഭിപ്രായം ചോദിച്ചു പോലും ഇല്ലല്ലോ എന്ന് ചോദിച്ച് ആതിര ബഹളം വെച്ചതും അവിടെ നിന്ന് അവന്തിക ആതിര എന്ന് വിളിച്ചു. പെട്ടെന്ന് ആതിര അവന്തികയെ നോക്കിയതും അവന്തിക താഴേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അല്ലച്ചാ, ആതിര പറഞ്ഞതിലും ന്യായമുണ്ടല്ലോ. അവളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തിനാണെന്നും എന്ത് കാരണത്താലാണ് ഈ തീരുമാനത്തിൽ എത്തിയതെന്നുള്ള കാര്യം അവൾക്ക് അറിയാനുള്ള അവകാശമുണ്ടല്ലോ. അത് അവളോട് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം ഇവിടെ എല്ലാവരെയും ചേർന്ന് വഴക്കുണ്ടാക്കാനാണോ ശ്രമിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആതിര പറഞ്ഞു, അതുതന്നെയാണ് ഏട്ടത്തി ഞാനും ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് കൂടി ഒരു അഭിപ്രായമില്ലാത്തത് എന്തുകൊണ്ടാണെന്നേ ഞാനും അന്വേഷിച്ചുള്ളൂ എന്ന് ആതിര പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ വൃന്ദാവനം വീട്ടിൽ വെച്ച് തന്നെ വേണം കുഞ്ഞിൻ്റെ ഈ ചടങ്ങ് നടത്താൻ. അവന്തിയെടുത്തിയും എൻ്റെ ചേച്ചിയും പോലെ തന്നെ ഞാനും ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ്. ഇവർക്കെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കുമുള്ള അതേ സ്ഥാനം എനിക്കും ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന തീരുമാനങ്ങൾക്ക് കൂടി ഇവിടെ എല്ലാവരും വില തരണമെന്നാണ് എൻ്റെ ആവശ്യം എന്ന് ആതിര എല്ലാവരെയും നോക്കി അറിയിച്ചു. എന്നിട്ട്
സന്ദീപിനോട് പറഞ്ഞു. അതെ സന്ദീപേ, ഒരു കാര്യം ഞാൻ പറയാം. കുഞ്ഞിന്റെ അച്ഛനെന്ന നിലയ്ക്ക് സന്ദീപ് എന്ത് തീരുമാനമെടുത്താലും അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് അത് എൻ്റെ വീട്, അതായത് വൃന്ദാവനത്തിൽ വെച്ച് തന്നെ നടത്തണം. അത് നിർബന്ധമാണെന്ന് പറഞ്ഞ് ആതിര സ്റ്റെയർ കയറി റൂമിലേക്ക് പോയി. ഈ ഒരു സംഭവം കണ്ട് വലിയ സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു അവന്തിക. അപ്പോഴാണ് പെട്ടെന്ന് സേതുമാധവന് തൻ്റെ വീട്ടിൽ വെച്ച് വീണ്ടും വീണ്ടും അവിടെ ചേച്ചിയും അനുജത്തിയും തമ്മിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ വിഷമത്തിൽ സേതുമാധവന് നെഞ്ചിന് വേദന അനുഭവപ്പെട്ടു. പെട്ടെന്ന് സേതുമാധവൻ നെഞ്ചത്ത് കൈവച്ച് അബോധാവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അർച്ചന വേഗം അരികിലേക്ക് ഓടിയെത്തി. അച്ഛാ, എന്താ അച്ഛാ, എന്തു പറ്റി എന്ന് ചോദിച്ചതും സേതുമാധവൻ ഒന്നുമില്ല എന്ന് മറുപടി നൽകി. അപ്പോഴേക്കും വീണ്ടും സേതുമാധവന്റെ അവസ്ഥ കണ്ട് സന്ദീപും അരികിലേക്ക് വന്നു. അർച്ചന സേതുമാധവനോട് ചോദിച്ചു, അച്ഛാ ഹോസ്പിറ്റലിൽ പോയാലോ നമുക്ക് എന്ന് അന്വേഷിച്ചതും വേണ്ട, എനിക്ക് കുഴപ്പമില്ല എന്ന് സേതുമാധവൻ അർച്ചനയെയും സന്ദീപിനെയും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. പിന്നീട് അർച്ചനയുടെയും സന്ദീപിൻ്റെയും ഒക്കെ വല്ലാത്ത ടെൻഷൻ. ഇനി സേതുമാധവൻ എന്തെങ്കിലും ആപത്തുണ്ടാകുമോ എന്നും അതോടൊപ്പം തന്നെ ആതിരയുടെ പെരുമാറ്റത്തിൽ മനം നൊന്തിട്ടാണ് സേതുമാധവന് അങ്ങനൊരു അവസ്ഥ ഉണ്ടായത് എന്നുമുള്ള തിരിച്ചറിവ് അവരുടെ മനസ്സിനെയും അലട്ടി. പിന്നീട് കാണുന്നത് ശിവരാമൻ്റെ വീട്ടിൽ കിച്ചണിൽ ജോലി ചെയ്യുന്ന ഇന്ദു ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ശിവരാമനെ കഴിക്കാനായി വിളിക്കണം. ശിവരാമൻ കഴിക്കാനായി ഡൈനിങ് ടേബിളിന് അരികിലേക്ക് എത്തിയതും ഇന്ദു പറഞ്ഞു, അതെ ശിവരാമേട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ഒരുങ്ങുമായിരുന്നു. നമ്മുടെ കുഞ്ഞിന് നൂലുകെട്ട് അത് 28-ന് നടത്തണോ അതോ 41-ന് നടത്തിയാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ശിവരാമൻ പറഞ്ഞു, അതിത്ര വലിയ കാര്യമാക്കേണ്ട പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഒരു കറുത്ത ചടങ്ങ് അരയിൽ കെട്ടിക്കൊടുത്താൽ പോരെ, നമുക്ക് 28-ന് തന്നെ നടത്താം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ആകെ ഞെട്ടലോടെ ഇന്ദു ചോദിച്ചു, കറുത്ത ചരട് കെട്ടാനോ? എന്താ ശിവരാമൻ നീ പറയുന്നത്? കുഞ്ഞിന് പൊന്നരഞ്ഞാണം മേടിക്കണ്ടേ എന്ന് ഇന്ദു അന്വേഷിച്ചതും ശിവരാമൻ പറഞ്ഞു, എന്തിന്? അതിനൊന്നും എൻ്റെ കയ്യിൽ പണമില്ല. പിന്നെ ഈ അനാവശ്യമായിട്ട് ചെലവുകൾക്കൊക്കെ എന്തിനാ പണം ചെലവാക്കുന്നത്? പൊന്നരഞ്ഞാണത്തിനുള്ള പണമൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഇന്ദു ചോദിച്ചു, അല്ല ശിവരാമേട്ടാ, അവിടെ നെല്ലിശ്ശേരിയിൽ ചോദിച്ചാൽ അവിടുന്ന് പണം തരില്ലേ എന്ന് ചോദിച്ചിട്ടും ഇന്ദുവിനോട് ശിവരാമൻ പറഞ്ഞു, വെറുതെ വേണ്ടാത്ത കടങ്ങളൊക്കെ വലിച്ചു വെക്കേണ്ട ആവശ്യമില്ല, അതിന് തയ്യാറാകണ്ട. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 28-ന് തന്നെ നമുക്ക് ചടങ്ങ് നടത്താം. ഒരു കറുത്ത ചരട് അരയിൽ കെട്ടേണ്ട കാര്യമല്ലേ ഉള്ളൂ. പിന്നെ അതുമല്ല, നമ്മൾ രണ്ടുപേരും മാത്രം പങ്കെടുക്കുന്ന ചടങ്ങല്ലേ, അധികം ആരെയും വിളിക്കുകയും വേണ്ട. പിന്നുള്ളത് നീ വേണമെങ്കിൽ നിന്റെ അച്ഛനെ അമ്മയും കൂടി വേണേ വിളിച്ചോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ഇന്ദു പറഞ്ഞു, അതെ വേണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമല്ലേ, അതെ എനിക്ക് നടത്തിയല്ലേ പറ്റൂ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇന്ദു ദേഷ്യപ്പെട്ട് കിച്ചണിൽ നിന്ന് പോകുമ്പോൾ ശിവരാമൻ ആലോചിച്ചു, അതെ നമ്മുടെ കുഞ്ഞിൻ്റെ ചടങ്ങ് നീ പ്രതീക്ഷിക്കുന്നതിലും ഗംഭീരമായിട്ടാണ് നടക്കാൻ പോകുന്നത്. കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് ഒരു ഉത്സവമായിട്ടാണ് നെല്ലിശ്ശേരിക്കാർ ആഘോഷിക്കുന്നത്. അത് നീ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെയുള്ള ആ കുരുപ്പിൻ്റെ കാര്യം, ആ എണ്ണം കെട്ട കുരുപ്പിന് ഒരു കറുത്ത ചരട് തന്നെ അത് ധാരാളമാണ് എന്ന് ശിവരാമൻ ആലോചിച്ചുകൊണ്ട് വേഗം ഭക്ഷണം എടുത്ത് കഴിച്ചു. അപ്പോഴാണ് അർച്ചന പതിയെ ഗാർഡനിലേക്ക് എത്തി ഫോൺ എടുത്ത് അനൂപിനെ വിളിച്ചത്. കോള് വരുന്നത് കണ്ട് അനൂപ് അച്ചു ആണ് വിളിക്കുന്നത് കണ്ടതോടെ അനൂപിന് വലിയ സന്തോഷമായി. കോൾ അറ്റൻഡ് ചെയ്യുന്ന നേരത്ത് അർച്ചന ആരെങ്കിലും ആ പരിസരത്ത് താൻ ഫോൺ ചെയ്യുന്നത് കാണുന്നുണ്ടോ എന്ന് ചുറ്റുപാടും ഒന്ന് നോക്കി. അതിനുശേഷം അനൂപ്, അച്ചു എന്താ നീ വിളിച്ചത് എന്ന് വളരെ സന്തോഷത്തോടെ ചോദിച്ചപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അനൂപേട്ട, ഞാൻ വിളിച്ചത് അനൂപേട്ടനോടൊരു കാര്യം പറയാനാണ്. അനൂപേട്ടൻ്റെ അടുത്ത് അച്ഛനും അമ്മയും ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അനൂപ് പറഞ്ഞു, ഇല്ല മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, ഏട്ടാ വേറൊന്നുമല്ല, ആതിരയുടെ കാര്യമാണ്. ആതിര ഓരോ ദിവസം കഴിയും തോറും ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്നോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ, അത് ഞാൻ ക്ഷമിച്ചാൽ മതിയല്ലോ. പക്ഷേ അതുപോലെ അല്ലല്ലോ ഏട്ടാ ഈ അവരെല്ലാവരും ആതിരയുടെ ഇത്തരം പെരുമാറ്റങ്ങൾ സഹിക്കണമെന്നും അവളുടെ അത്തരം തോന്നിവാസങ്ങൾ അംഗീകരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞാൽ, അത് വാശി പിടിച്ചാൽ അത് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുമാത്രമല്ല, എന്നെപ്പോലെ എല്ലാവർക്കും ക്ഷമിക്കാനും കഴിഞ്ഞെന്ന് വരില്ല എന്ന് പറഞ്ഞതും അനൂപ് ചോദിച്ചു, എന്താ മോളെ, എന്താ സംഭവിച്ചത്? ഉടനെ അർച്ചന അന്ന് നടന്ന സംഭവങ്ങളൊക്കെ അനൂപിനോട് പങ്കുവയ്ക്കുന്നു. അന്ന് കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിനെ കുറിച്ച് ദേഷ്യത്തോടെ എല്ലാവരോടും സംസാരിച്ചതും അത് വൃന്ദാവനത്തിൽ വെച്ച് തന്നെ നടത്തണമെന്ന് വാശി പിടിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അർച്ചന അനൂപിനെ ധരിപ്പിച്ചു.
എല്ലാം കേട്ടതിന് ശേഷം അനൂപിനോട് അർച്ചന പറഞ്ഞു, അനൂപേട്ട, ഞാനിത് അച്ഛനെ വിളിച്ച് പറയാതിരുന്നത് അച്ഛന് വല്ലാത്ത ടെൻഷനും വിഷമവുമാകും. അതുകൊണ്ടാണ് ഞാൻ അനൂപേട്ടനെ വിളിച്ച് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അനൂപേട്ട, ഇല്ലെങ്കിൽ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയേക്കും എന്ന് അർച്ചന അനൂപിനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും അനൂപ് പറഞ്ഞു, അച്ചു, നീ സമാധാനത്തോടെ ഇരുന്നോ. നീ ഇപ്പോൾ ഇത് മറ്റാരോടും പറയണ്ട. ഞാൻ ഈ പ്രശ്നം വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് അനൂപ് ഫോൺ വെച്ചു. അതിനുശേഷം അർച്ചന ആകെ ടെൻഷനോടെ ഇനി എന്താ സംഭവിക്കുക എന്നറിയാത്ത ആശങ്കയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നീട് കാണുന്നത് സന്ധി ഡോക്ടർ ക്ഷേത്രത്തിൽ രാവിലെ തൊഴാനായിരിക്കണം. ഭഗവാന്റെ മുന്നിൽ തൊഴുത് നിൽക്കുന്ന സന്ധ്യ ഡോക്ടർ പ്രാർത്ഥനയോടെ ആലോചിച്ചു, ഭഗവാനെ, എൻ്റെ പ്രാർത്ഥന എന്താണെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഇക്കയെ എന്നിൽ നിന്ന് അടർത്തി മാറ്റിയവനെ ഇല്ലാതാക്കണം. ഒത്തിരി ജീവനുകൾക്ക് ഒത്തിരി ജന്മങ്ങൾക്ക് ജീവൻ പകർന്നു നൽകുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. എന്നാൽ ദൈവം നൽകിയ ആയുസ് എടുക്കാനുള്ള അധികാരവും എനിക്കില്ല. പക്ഷേ അവിടുന്ന് ഇത്തവണയെങ്കിലും ആ ധനുഷിനോട് അങ്ങനെ ഒരു ദയ കാണിക്കരുത്. അവൻ്റെ ജീവൻ ഇനിയും നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ദയ ഇനിയും ഭഗവാൻ കാട്ടരുത്. അവനെ എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് പറഞ്ഞയക്കണം. ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന അവന് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമില്ല എന്ന് സന്ധ്യ ഡോക്ടർ പ്രാർത്ഥനയോടെ അങ്ങനെ നിന്നു. അതിനുശേഷം സന്ധ്യ ഡോക്ടർ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി നേരെ കാറിൽ കയറാനായി ഡോറ് തുറന്നതും അപ്പുറത്ത് മറ്റൊരു കാറിനരികിൽ നിൽക്കുന്ന നന്ദനെ കണ്ടു. സന്ധ്യ ഡോക്ടർ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സന്ധ്യ ഡോക്ടറെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നന്ദനെ കണ്ട് സന്ധ്യ വേഗം കാറിന്റെ ഡോറടച്ചിട്ട് നന്ദന്റെ അരികിലേക്ക് ചെന്നു. നന്ദനോ? നന്ദൻ എന്താ ഇപ്പോ ക്ഷേത്രത്തിൽ തൊഴാമെന്നാണോ എന്ന് ചോദിച്ചതും, എന്നാ പോയി തൊഴുതിട്ട് വാ എന്ന് സന്ധ്യ ഡോക്ടർ നന്ദനോട് പറഞ്ഞു. അതെ, ഞാൻ ഇവിടേക്ക് വന്നത് തൊഴാനായിരുന്നില്ല, മറ്റൊരു കാര്യത്തിന് വന്നതാ എന്ന് പറഞ്ഞു. തൊഴാനല്ലേ? പിന്നെന്തിനാ എന്ന് ചോദിച്ചതും നന്ദൻ വേഗം ചിരിച്ചുകൊണ്ട് കാറിനകത്തിരിക്കുന്ന ഒരു ബൊക്കെ കയ്യിലേക്ക് എടുത്തു. അത് നന്ദൻ വേഗം തൻ്റെ മുന്നിൽ നിൽക്കുന്ന സന്ധ്യ ഡോക്ടറെ നേരെ നീട്ടി. ഇത് കണ്ടതോടെ സന്ധ്യ അതിശയപ്പെട്ടു നോക്കി. അപ്പോഴേക്കും നന്ദൻ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞ് ആ കയ്യിലിരുന്ന ബൊക്കെ ആ സന്ധ്യ ഡോക്ടറുടെ നേരെ നീട്ടി. സന്ധ്യ ഡോക്ടർ അതിശയപ്പെട്ടങ്ങനെ നോക്കുമ്പോൾ നന്ദൻ സംശയത്തോടെ ചോദിച്ചു, അല്ല, ഇന്നലെ സന്ധ്യ ഡോക്ടറുടെ ബർത്ത്ഡേ, എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചിട്ടും അതെ എന്ന് സന്ധ്യ മറുപടി നൽകി. അല്ല, എങ്ങനെയാ നന്ദൻ ഇക്കാര്യം മനസ്സിലായത്? താങ്ക് യു നന്ദൻ. നന്ദൻ എങ്ങനെയാ ഇതറിഞ്ഞത് എന്ന് ചോദിച്ചിട്ടും നന്ദൻ ആ പൂവ് ബൊക്കെ കയ്യിലേക്ക് കൊടുത്തിട്ട് സന്തോഷത്തോടെ പറഞ്ഞു, അതൊക്കെ ഞാൻ അറിഞ്ഞു. ഈ നമുക്ക് പ്രിയപ്പെട്ടവരുടെ വിശേഷ ദിവസങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചതും നമുക്കോ? അതാരാ എന്ന് ചോദിച്ചപ്പോൾ സന്ധ്യയുടെ ചോദ്യം കേട്ട് നന്ദൻ പറഞ്ഞു, നമുക്കെന്ന് പറഞ്ഞാൽ ഞാനും പിന്നെ ആരുമില്ല എന്ന് നന്ദൻ മറുപടി നൽകി. അല്ല, ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും ഡോക്ടറുടെ സംശയം അല്ലേ? അതൊക്കെ ഞാൻ പിന്നീട് പറയാട്ടോ എന്ന് നന്ദൻ സന്ധ്യയോട് അറിയിച്ചു. അപ്പോഴേക്കും സന്ധ്യ ഡോക്ടർ പറഞ്ഞു, ഇതുപോലെയുള്ള സർപ്രൈസുകൾ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. സത്യത്തിൽ ഇത് വലിയൊരു സർപ്രൈസ് തന്നെയായി പോയി നന്ദൻ. നമ്മളെ സ്നേഹിക്കുന്നവർ തന്നെയാണ് നമുക്ക് സർപ്രൈസിനായിട്ട് കാത്തിരിക്കുന്നത് എന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നന്ദൻ്റെ ഈ ഒരു സന്തോഷം, എന്നെ ഓർത്തതിൻ്റെ ആ ഒരു സന്തോഷം, അത് തീർച്ചയായിട്ടും എന്നും എൻ്റെ മനസ്സിലുണ്ടാവുമെന്ന് നന്ദനോട് സന്ധ്യ ഡോക്ടർ അറിയിച്ചു. എന്തായാലും ഒരിക്കലും ഇങ്ങനെ ഒരു തിരിച്ചുവരവ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സന്തോഷ നിമിഷങ്ങൾ ഇനി വരില്ല എന്ന് തന്നെയായിരുന്നു ഞാൻ കരുതിയത് എന്ന് സന്ധ്യ ഡോക്ടർ നന്ദനോട് പറഞ്ഞു. ഇത് കേട്ടതും നന്ദൻ പറഞ്ഞു, ഇനി ഒരിക്കലും വരില്ല എന്ന് കരുതണ്ട. ഇനി ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിൽ എന്നും ഉണ്ടാകുമെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഒരിക്കലും ഞാൻ അങ്ങനെ പറയാൻ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നതും. എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ സന്ധ്യയോട് ഇനി എന്ത് പറയുമെന്ന് അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്ന് നന്ദൻ അറിയിക്കുമ്പോൾ ഇത് കേട്ട് നിന്ന സന്ധ്യ ഡോക്ടർ പറഞ്ഞു, എനിക്കറിയാം നന്ദൻ ഇപ്പോൾ ഓരോ തവണയും എന്നോട് പറയുന്ന കാര്യങ്ങൾ ഓരോന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നന്ദൻ പറയാതെ പറയുന്ന എന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ മറ്റു പല ലക്ഷ്യങ്ങളും ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇപ്പോൾ മറ്റൊരു കാര്യമാണ് എൻ്റെ മനസ്സിൽ നിറയുള്ളത്. ഞാനൊരു ഡോക്ടർ എന്നതിനേക്കാൾ ഉപരി ഒരു സാധാരണ സ്ത്രീ കൂടിയാണെന്നുള്ള കാര്യം നന്ദൻ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ പലപ്പോഴും പല ആശങ്കകളും പല ഭയങ്ങളും വന്നു മൂടാറുണ്ട്. എന്നാൽ ചിലപ്പോൾ അതിനെല്ലാം തരണം ചെയ്ത് എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തി ധൈര്യം സംഭരിച്ചങ്ങനെ നിൽക്കുമ്പോൾ
നന്ദനെ പോലെയുള്ളവരുടെ സ്നേഹത്തോടെയുള്ള ഇത്തരം സമ്മാനങ്ങളും ഇത്തരം നിമിഷങ്ങളുമൊക്കെ ചിലപ്പോൾ എന്നെ ദുർബലയാക്കി കളയും. ചിലപ്പോൾ എൻ്റെ മനസ്സിനെ ആ പഴയ പാകതയിൽ നിന്ന് എന്നേക്കുമായി തിരികെ നടക്കാനായി എന്നെ പ്രേരിപ്പിച്ചേക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല എന്ന് സങ്കടത്തോടെ സന്ധ്യ ഡോക്ടർ പറയുമ്പോൾ ഇത് കേട്ട നന്ദൻ സന്ധ്യ നോക്കുന്നത് കണ്ട് സന്ധ്യ പറഞ്ഞു, എനിക്ക് ഭയമാണ്. ഇനിയും ഇതുപോലെയുള്ള സ്നേഹം വെച്ച് നീട്ടി അവസാനം ഈ സ്നേഹവും തട്ടിക്കളയുമോ എന്ന് എനിക്ക് ആശങ്കയുണ്ട്. എന്നിൽ നിന്ന് ഈ സ്നേഹവും അടർത്തിയെടുക്കുമോ എന്നുള്ള ആശങ്ക എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് നന്ദനോട് സന്ധ്യ ഡോക്ടർ അറിയിച്ചു. അത് കേട്ടതും നന്ദൻ പറഞ്ഞു, ഒരിക്കലുമില്ല, അങ്ങനെ ഒരു ചിന്ത സന്ധ്യയുടെ മനസ്സിൽ പോലും ഉണ്ടാകരുത്. സന്ധ്യയ്ക്ക് ഇപ്പോൾ ഒരു സംശയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, എന്തിന് താൻ എന്നത്? ആ ഒരു ചോദ്യത്തിന് മറുപടി ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ എന്നല്ല, എപ്പോഴും താൻ ഉണ്ടാവും എന്ന് തന്നെയാണ്. ഇന്നും എന്നും എപ്പോഴും താൻ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും. പിന്നെ അറിയാവല്ലോ, നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്. സന്ധ്യയ്ക്ക് സന്ധ്യയുടെ ജീവിതം എന്നേക്കുമായി നഷ്ടമായി. ജീവിതത്തിൽ നിന്നും സന്ധ്യയ്ക്ക് നഷ്ടമായപ്പോൾ എനിക്ക് നഷ്ടമായത് എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ്. കൺമുന്നിൽ ഉണ്ടായിട്ടും എനിക്ക് എൻ്റെ ജീവിതം നഷ്ടമായി. ഇപ്പോൾ എൻ്റെ ഓരോ ദിവസങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ പാഴായി പോകുന്ന എൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എനിക്ക് വല്ലാത്ത ആശങ്കയുമുണ്ട് എന്ന് നന്ദൻ സന്ധ്യ ഡോക്ടറെ അറിയിച്ചു. അതൊക്കെ പോട്ടെ, ഇന്ന് സന്ധ്യ ലീവല്ലേ എന്ന് ചോദിച്ചതും സന്ധ്യ പറഞ്ഞു, ഇല്ല, ബർത്ത്ഡേയുടെ കാര്യമൊന്നും ഞാനിന്ന് ആലോചിച്ചിരുന്നില്ല. ഇങ്ങനെയൊരു സർപ്രൈസ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ. അതുകൊണ്ട് സാധാരണ പോകുന്ന പോലെ ഹോസ്പിറ്റലിൽ പോകാനും ഇന്ന് ലീവ് എടുക്കാതെ ഹോസ്പിറ്റലിൽ പോകുന്നത് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത് ഡോക്ടർ പറയുന്നു. അത് കേട്ടതും ഉടനെ നന്ദൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ വിളിച്ച് പറയാവോ ഇന്ന് ചെല്ലില്ല എന്ന്, ഇന്ന് ലീവാണെന്നുള്ള കാര്യം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഒന്ന് ചുറ്റാമായിരുന്നു, എല്ലായിടവും ഒന്ന് ചുറ്റിയടിക്കാമായിരുന്നു. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്, എന്താ അത് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ സന്ധ്യ പറഞ്ഞു, അതിപ്പോൾ നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞാലും നന്ദൻ അതിന് സമ്മതിക്കില്ലല്ലോ. ഇനിയിപ്പോൾ ലീവ് എടുക്കില്ല എന്ന് പറഞ്ഞാലും നന്ദന്റെ തീരുമാനമല്ലേ നടപ്പിലാവുകയുള്ളൂ. അതുകൊണ്ട് നന്ദൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാമെന്ന് സന്ധ്യ നന്ദന് സമ്മതം മൂളുന്നു. ഇത് കേട്ടതും നന്ദൻ പറഞ്ഞു, ശരി, ഒത്തിരി സന്തോഷമായെന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ സന്ധ്യ ചോദിച്ചു, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒന്നകത്ത് കയറി ഭഗവാനെ ഒന്ന് കണ്ടേക്ക് എന്ന് സന്ധ്യ അറിയിച്ചതും നന്ദൻ പറഞ്ഞു, ഭഗവാന്റെ മുന്നിൽ എന്നും ചെന്ന് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഒന്ന് മാത്രമായിരുന്നു. എന്തായാലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ അതിന് അനുകൂലമായിട്ടുള്ളതും എൻ്റെ ആഗ്രഹം സഫലമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും എൻ്റെ ആ പ്രാർത്ഥന സഫലമായതിനു ശേഷം ഭഗവാന് പോയി മനസ്സ് നിറഞ്ഞ് ഞാൻ നന്ദി പറഞ്ഞോളാം. കുറേശ്ശെ ചെന്ന് നന്ദി അറിയിക്കുന്നതിനേക്കാൾ നല്ലത് അതുതന്നെയാണല്ലോ എന്ന് നന്ദൻ സന്ധ്യ ഡോക്ടറോട് അറിയിച്ചു. ഡോക്ടർ അത് കേട്ട് അങ്ങനെ പുഞ്ചിരിയോടെ നിൽക്കുമ്പോൾ അനൂപും ദയാനന്ദം മാഷും കമലെടുത്തിയും കൂടി നെല്ലിശ്ശേരിയിലേക്ക് എത്തി. ആ സമയത്ത് സേതുമാധവനും അനഘയും അവരെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വീകരിച്ചു. എല്ലാവരും ഹാളിലേക്ക് സ്വീകരിച്ചെത്തിയപ്പോഴാണ് സ്കൂളിൽ പോകാനായി റെഡിയായി താഴേക്ക് വരുന്ന ആവണിമോള് അനൂപിനെ കണ്ടത്. ദേ അച്ഛൻ വന്നല്ലോ അമ്മയെന്ന് പറഞ്ഞ് മേരിയോടൊപ്പം വന്ന ആവണിമോള് വേഗം അനൂപിന്റെ അരികിലേക്ക് ഓടി വന്നു. അച്ഛാ എന്ന് പറഞ്ഞ് അനൂപിനെ കെട്ടിപ്പിടിച്ച് സന്തോഷം അറിയിച്ചു. ഉടനെ മീര വന്ന് അനൂപിന്റെ കാലിന്റെ അവസ്ഥ കൂടി ഒന്ന് നോക്കി അപ്പുറത്തേക്ക് മാറി. ഈ സമയത്ത് അനൂപിനോട് വിശേഷങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു സേതുമാധവൻ. ഇപ്പോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പം കുറവുണ്ടായെന്ന് അനൂപ് മറുപടി നൽകുന്നതിനിടയിൽ ദയാനന്ദ മാഷ പറഞ്ഞു, സേതു, ഞാനിപ്പോ ഇവിടേക്ക് വന്നത് ഇന്ന് എൻ്റെ മകൾ ആതിര കാരണം ചില പ്രശ്നങ്ങളോടെ ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്കറിയാം. അവൾ ചെറുപ്പം മുതലേ അല്പം വാശിക്കാരിയാണ്. അതുകൊണ്ട് അവൾ മൂലമുണ്ടായ ആ സങ്കടത്തിന് സേതുവിൻ്റെ മനസ്സ് വേദനിച്ചതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നുവെന്ന് ദയാനന്ദ മാഷ് അറിയിച്ചതും സേതുമാധവൻ പറഞ്ഞു, അയ്യോ മാഷേ, അങ്ങനെ ഒരു മാപ്പ് ചോദിക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല, എല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ് എന്നറിയിച്ചു. അപ്പോഴാണ് സേതുമാധവന്റെ വാക്ക് കേട്ട് അനൂപ് പറഞ്ഞത്, അതെ അങ്കിൾ, വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇന്നലെ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. അച്ചു എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. അത് എല്ലാവരും അറിയണമെന്ന് എനിക്ക് തോന്നി. അച്ഛനും അമ്മയും അക്കാര്യം അറിയണമെന്ന് എനിക്ക് തോന്നി. ഇനിയും ഈ പ്രശ്നം ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല എന്നറിയാവുന്നത് കൊണ്ട് അച്ഛനോടും അമ്മയോടും ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ
ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ ഭേദം നേരിട്ട് വന്ന് സംസാരിക്കുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നിയതെന്ന് അനൂപ് അറിയിച്ചു. അപ്പോഴാണ് കമലെടുത്തി പറഞ്ഞത്, ആതിര എന്തുകൊണ്ടാണ് അവളിങ്ങനെ പെരുമാറുന്നതെന്ന് അറിയില്ല. പക്ഷേ അവളുടെ വാശിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇങ്ങനെ അവളുടെ വാശിക്ക് എപ്പോഴും എല്ലാവരും അനുകൂലമായി നിൽക്കുന്നത് ശരിയല്ല എന്നും, അവൾ അധികം വാശി കാണിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് നിങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കണം. അർച്ചനയാണെങ്കിലും ആതിരയാണെങ്കിലും എന്ത് ചെയ്താലും അത് ഞങ്ങളെ കൂടി നിങ്ങൾ അറിയിക്കണം. അതറിയാനുള്ള അവകാശവും ബാധ്യതയും ഞങ്ങൾക്കുണ്ടല്ലോ. ഇവരെന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അത് ഇവിടെ എല്ലാവരും മനസ്സിൽ ഒളിപ്പിക്കുകയും അത് ഞങ്ങളോട് പറയാതെ നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്നതാണ് തെറ്റെന്ന് കമല എല്ലാവരോടുമായി അറിയിച്ചു. അപ്പോഴാണ് ദയാനന്ദ മാഷ് പറഞ്ഞത്, സേതു, ആതിര എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അവളുടെ വാക്കുകൾക്കൊന്നും ആരും വില കൽപ്പിക്കേണ്ടതില്ല. അവളെന്ത് പറഞ്ഞാലും അതൊന്നും കാര്യമാക്കുകയും വേണ്ട. നമ്മളെല്ലാവരും തീരുമാനിച്ചതുപോലെ ഈ നൂലുകെട്ട് ചടങ്ങ് അത് ഇവിടെ വെച്ച് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആതിര അവിടേക്ക് ഇറങ്ങി വന്നു. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് ഓടിയെത്തിയ ആതിരയുടെ ആ സംസാരം കണ്ട് എല്ലാവരും അതിശയപ്പെട്ടു നോക്കി. ഉടനെ ആതിര അരികിലേക്ക് എത്തി ചോദിച്ചു, അച്ഛാ, അച്ഛനെന്താ ഈ പറഞ്ഞത്? ചേച്ചിയുടെ തീരുമാനമാണോ അച്ഛനും ഈ അറിയിക്കുന്നത്? ചേച്ചി പറയുന്നത് പോലെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ പെരുമാറുകയാണോ? എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്താ ഒരു അവകാശവും അധികാരവും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആതിര അരികിലേക്ക് കമലെടുത്ത് എഴുന്നേറ്റ് വന്ന് ചോദിച്ചു, നിന്റെ കുഞ്ഞോ? നീ കുറേ ദിവസമായല്ലോ തുടങ്ങിയിട്ട് നിന്റെ കുഞ്ഞ് എന്നുള്ള ഒരു പല്ലവി. അല്ല, ഈ ലോകത്ത് നീ മാത്രമേ പ്രസവിച്ചിട്ടുള്ളോ? നിനക്ക് മാത്രമേ കുഞ്ഞുള്ളോ? നിന്റെ ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞ് കമലെടുത്ത് ദേഷ്യപ്പെട്ടു. നീ ഇങ്ങനെ നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. ഇങ്ങനെ ഒരു സ്വഭാവം ഇത് ആദ്യമായിട്ടാണല്ലോ ആതിരെ കാണുന്നത്. അപ്പോഴേക്കും മീരടുത്തി പറഞ്ഞു, അതെ ആതിരെ, നിന്റെ ചില നേരത്തെ സംസാരം കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ആകെ അതിശയം തോന്നും. കാരണം ഞാനും ഒരു കുഞ്ഞിനെ പ്രസവിച്ചതാണ്. പക്ഷേ നിന്റെ സംസാരവും പ്രവൃത്തിയും കണ്ടാൽ ഈ ലോകത്ത് നീ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്നാണല്ലോ തോന്നുക. നീ എന്താ അതിരെ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത്? മറ്റുള്ളവരോട് ഇങ്ങനെ യാതൊരു സ്നേഹവും മര്യാദയും ഇല്ലാതെ നീ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് ആതിരെ എന്ന് മീരടുത്തി അന്വേഷിച്ചു. അപ്പോഴേക്കും മീരടുത്തിയുടെ വാക്കുകൾ കേട്ട് ആതിര വീണ്ടും ബഹളം ഉണ്ടാക്കി. അതെ, ഇപ്പോ ചേച്ചിക്ക് സമാധാനമായി കാണുമല്ലോ അല്ലെ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ചീത്ത പറഞ്ഞപ്പോ എല്ലാവരും എന്നെ കൂട്ടം കൂടി നിന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോ ചേച്ചിക്ക് സന്തോഷമായി കാണുമല്ലോ. ചേച്ചിയുടെ ആഗ്രഹമാണല്ലോ ഇവിടെ എല്ലാം നടപ്പിലാവുന്നത് എന്ന് ചോദിച്ച് ആതിര അർച്ചനയുടെ നേരെ തിരിഞ്ഞു. ഇതെല്ലാം കേട്ട് നിന്ന സന്ദീപ് ഉടനെ ആതിരയോട് പറഞ്ഞു, ആതിരെ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അനാവശ്യമായി നീ ശബ്ദം ഉയർത്തുകയോ ബഹളം വെക്കുകയോ ചെയ്യണ്ട എന്ന്. പിന്നെ ഈ നിൽക്കുന്ന എൻ്റെ ഏട്ടത്തി ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏട്ടത്തിക്കുള്ള അവകാശമുണ്ട്. നിന്നേക്കാളും മുൻപേ ഈ കുടുംബത്തേക്ക് വന്നു കയറിയതാണ് എൻ്റെ ഏട്ടത്തി. വന്ന നാൾ മുതൽ എൻ്റെ ഏട്ടത്തിക്ക് ഞാൻ നൽകിയിരിക്കുന്ന സ്ഥാനം എൻ്റെ അമ്മയുടെ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഏട്ടത്തി എന്ത് തീരുമാനം എടുത്താലും അത് ന്യായവുമായിരിക്കും. അതുകൊണ്ട് ആ തീരുമാനത്തിനൊപ്പം ഞങ്ങൾ നിൽക്കുകയും ചെയ്യും. അതിനി നീ എന്തൊക്കെ പറഞ്ഞാലും ശരിയാതിരെ എന്ന് സന്ദീപ് ദേഷ്യപ്പെട്ടു. നീ എന്തൊക്കെ മറുത്ത് പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും ആ സ്ഥാനത്തിന് ഒരു മാറ്റവും ഉണ്ടാവുകയുമില്ല എന്ന് സന്ദീപ് ദേഷ്യപ്പെടുമ്പോൾ ഇതെല്ലാം കേട്ടുന്ന സേതുമാധവൻ വേഗം ചാടി എഴുന്നേറ്റു. മതി, ഇനി നിങ്ങൾ ഇതിനെ ചൊല്ലി ഒരു തർക്കം വേണ്ട. ആതിരയ്ക്ക് വൃന്ദാവനത്തിൽ വെച്ച് ചടങ്ങ് നടത്താനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് സേതുമാധവൻ പറയുമ്പോൾ ഇത് കേട്ട് നിന്ന കമലെടുത്തി പറഞ്ഞു, വേണ്ട സേതുവേട്ട, അങ്ങനെ ഒരു തീരുമാനമൊന്നും സേതുവേട്ടൻ എടുക്കണ്ട. അങ്ങനെ അവളുടെ വാശി അങ്ങനെ ജയിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവളുടെ തീരുമാനം മാത്രം അങ്ങ് ഇവിടെ നടപ്പിലായ പോരല്ലോ എന്ന് ദേഷ്യത്തോടെ കമലെടുത്തി അറിയിക്കുമ്പോൾ അവിടെ വലിയൊരു പ്രശ്നത്തിന് തിരികൊളുത്തിയതിന്റെ സന്തോഷത്തിലും അത് ഫലം കണ്ടതിന്റെ ആശ്വാസത്തിലും അതിന്റെ എല്ലാം മുന്നിൽ സാക്ഷിയായി നിൽക്കുകയാണ് അവന്തിക.